In this class we study about the power conditioner. See, in the original waveform, so this is that original waveform, and after the power line, so after filtering and out, we will be getting almost an original sine wave, but after power conditioning you can see it is similar to your original AC wave. So this is the need of the power conditioner. So the power conditioner, also known as the line conditioner or power line conditioner, is a device intended to improve the quality of the power that is delivered to the electrical load equipment. ഒരു ഇലക്ട്രിക്കൽ ലോഡ് എക്യുപ്മെൻറ്റിന് ഡെലിവറി ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് പവർ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ മെയിനായിട്ട് പവർ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി എക്യുപ്മെൻറ്റ് ഫ്രം പവർ സർജസസ്. ഒരു പവർ സർജും അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത് മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പവർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഹെൽപ്സ് ടു കറക്റ്റ് വോൾട്ടേജ് ആൻഡ് വേവ് ഫോം ഡിസ്റ്റോർഷൻ. വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോം ഡിസ്റ്റോർഷൻ. സോ വോൾട്ടേജ് അതായത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ്, അതായത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെബിലൈസേഴ്സ് ഉണ്ടല്ലോ, അതും ഒരു പവർ കണ്ടീഷണേഴ്സായിട്ട് പറയാം. സോ ഇത് വോൾട്ടേജ് വേവ് ഫോംസും വോൾട്ടേജ് വേവ് ഫോം ഡിസ്റ്റോർഷൻസിനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഈ മെയിനായിട്ട് പവർ കണ്ടീഷണേഴ്സിൻ്റെ ഉദ്ദേശം. ആൻഡ് റിമൂവ്സ് എക്സ്റ്റേണൽ ഇലക്ട്രിക് നോയ്സ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് നോയ്സ് സിഗ്നൽസ് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു വേവ് ഫോം ഡിസ്റ്റോർഷനെ റിമൂവ് ചെയ്യുന്നതാണ് പവർ കണ്ടീഷണേഴ്സ് ചെയ്യുക. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് കോസ്ഡ് ബൈ ഡിവൈസ് സച്ച് ആസ് റേഡിയോസ് ആൻഡ് മോട്ടോർസ്. റേഡിയോസും മോട്ടോർസും ഓർ അതർ സം വേവ് ഫോംസ്, ടെലിഫോൺ വേവ് ഫോംസ്, അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻസൊക്കെ ഒരു കരിയർ ഫ്രീക്വൻസി കൊണ്ടുണ്ടാവുന്ന ഒരു വേവ് ഫോംസ്, അങ്ങനെ ഉണ്ടെങ്കിൽ വേവ് ഫോംസ് കൊണ്ടുണ്ടാകുന്ന നോയ്സും കൂടെ റിമൂവ് ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ച്വൽ AC വേവ് ഫോം എങ്ങനെ ഉണ്ടാവും അതേപോലെ പവർ കണ്ടീഷൻ വേവ് ഫോമും ഇവിടെ ഉണ്ടാവും. സോ അതിൻ്റെ ഹാർമോണിസ് ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ആ വേവ് ഫോം സ്മൂത്തായിട്ടുണ്ടാവും. വേവ് ഫോം ഡിസ്റ്റോർഷനും വോൾട്ടേജ് ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പവർ കണ്ടീഷൻസിൻ്റെ മെയിൻ ഉദ്ദേശം. സോ ദി റോൾ ഓഫ് പവർ ക്വാളിറ്റി കണ്ടീഷണേഴ്സ്. സോ പവർ first one, to deliver voltage and current of proper level, voltage and current of proper level and characteristics to enable load equipment to function properly. ആ ലോഡിൽ കണക്ട് ചെയ്ത എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന വോൾട്ടേജും കറണ്ടും അത് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഒരു 220 ഒരു 180 150 വോൾട്ടിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഒരു സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് വർക്ക് ചെയ്യില്ല. അതായത് ലോ വോൾട്ടേജിലൊന്നും ലോ വോൾട്ടേജൊന്നും ഫ്രിഡ്ജും പിന്നെ വാഷിംഗ് മെഷീനൊന്നും വർക്ക് ചെയ്യില്ല. ഈവൻ എന്ത് പറയുകയെന്ന് വെച്ചാൽ ഈവൻ നിങ്ങളുടെ അയൺ ബ്ലോക്സ് പോലും നിങ്ങളുടെ ലോ വോൾട്ടേജ് വർക്ക് ചെയ്യില്ല. സോ ഇവിടെ ഒരു പവർ ക്വാളിറ്റി കണ്ടീഷണർ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ലോഡിൽ കണക്ട് ചെയ്യുന്ന ഏത് എക്യുപ്മെൻറ്റ്സും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജും കറണ്ടും അത് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. നെക്സ്റ്റ് വൺ, ടു എൻഷ്യൂർ എഫിഷ്യൻറ്റ് പവർ ട്രാൻസ്ഫർ ബിറ്റ്വീൻ യൂട്ടിലിറ്റി ഗ്രിഡ് ആൻഡ് മൈക്രോ ഗ്രിഡ്. ഒരു യൂട്ടിലിറ്റി ഗ്രിഡും മൈക്രോ ഗ്രിഡും തമ്മിലുള്ള ഒരു എഫിഷ്യൻറ്റ് പവർ ട്രാൻസ്ഫർ. സോ മൈക്രോ ഗ്രിഡ് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു സോളാർ PV സെല്ല് നിങ്ങൾ വീട്ടിലൊരു ഗ്രിഡ് കണക്റ്റഡ് സോളാർ പാനൽ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതും പിന്നെ അതിൽ നിന്ന് ഉണ്ടായ ആ ഒരു പാനലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പവർ നിങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എവിടെ സപ്ലൈ ചെയ്യണം, യൂട്ടിലിറ്റി ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ സപ്ലൈ ചെയ്യുമ്പം ആ പെർട്ടിക്കുലർ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയും പിന്നെ വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡും അനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് എൻഷുവർ ചെയ്യാൻ പറ്റും ഇതിന്. സോ പവർ കണ്ടീഷണേഴ്സിന് അത് എൻഷുർ ചെയ്യാൻ പറ്റും. സോ ഇതിൽ യൂട്ടിലിറ്റിയും പിന്നെ പവർ ഗ്രിഡും തമ്മിലുള്ള മൈക്രോ ഗ്രിഡും തമ്മിലുള്ള പവർ ട്രാൻസ്ഫർ അത് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഇതാണ് ഇത്. സോ സോളാർ പാനൽസ് അറിയാം, ലോഡ്സ് അറിയാം, അതിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്, നിങ്ങളുടെ പവർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. സോ നോക്കാം, സോളാർ പാനലും ME ഫ്യൂവലും PME
ഫ്യൂവൽ സെൽസും ഒക്കെ ഉണ്ടെങ്കിൽ അത് പവർ കണ്ടീഷണേഴ്സിൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ ലോഡിലേക്ക് സപ്ലൈ ചെയ്യാൻ. സോ ലോഡ് പറഞ്ഞാൽ നിങ്ങൾ യൂട്ടിലിറ്റി ഗ്രിഡും ആവാം. ഓക്കെ, സോ ഇത്രയാണ്. സോ ഒരു എൻഷ്യൂർ എഫിഷ്യൻറ്റ് പവർ ട്രാൻസ്ഫർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്ഫർ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പവർ ക്വാളിറ്റി കണ്ടീഷണേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടു ഐസൊലേറ്റ് ഈച്ച് മൈക്രോ ഗ്രിഡ് ആൻഡ് യൂട്ടിലിറ്റി ഗ്രിഡ് ഫ്രം ദ റെസ്പെക്റ്റീവ് നോയ്സ് ആൻഡ് ഡിസ്റ്റർബൻസ്. അതായത് ഈ യൂട്ടിലിറ്റി ഗ്രിഡിൽ നിന്ന് ഉണ്ടാകുന്ന നോയ്സ് മൈക്രോ ഗ്രിഡിലേക്കും മൈക്രോ ഗ്രിഡിൽ നിന്ന് ഉണ്ടാകുന്ന നോയ്സ് യൂട്ടിലിറ്റി ഗ്രിഡിലേക്കും അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ അത് ഐസൊലേറ്റ് ചെയ്യും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, സോ പവർ കണ്ടീഷൻസ് എന്താണ്? പവർ കണ്ടീഷൻസ്, സോ ഇറ്റ് കോസ്ഡ്, സോ ദ നോയ്സസ് എക്സെട്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. ഞാൻ നേരത്തെ ഇലക്ട്രിക്കൽ നോയ്സ് റിമൂവ്സ് ഇലക്ട്രിക്കൽ നോയ്സസ്. സോ എഫക്റ്റീവ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമല്ല, അത് യൂട്ടിലിറ്റി ഗ്രിഡിൽ നിന്നും പിന്നെ മൈക്രോ ഗ്രിഡിൽ നിന്നും ഉണ്ടാകുന്ന നോയ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫിയർ ചെയ്യാണ്ട് അത് റിമൂവ് ചെയ്യലാണ് ഇതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടി. ആൻഡ് നെക്സ്റ്റ് വൺ, to energy creation, that is to convert DC power generated by solar power panels to AC. സോ നമുക്കറിയാം DC പവറാണ് സോളാർ പാനലിന് കൂടുതലായിട്ടുണ്ടാവുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് AC ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ ഗ്രിഡിൽ നിന്ന് നേരെ യൂട്ടിലിറ്റി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ യൂട്ടിലിറ്റി ഗ്രിഡ് കണക്ട് ചെയ്യുമ്പോൾ ആ യൂട്ടിലിറ്റി ഗ്രിഡിൽ നിന്ന് ഉണ്ടാവുന്ന AC വോൾട്ടേജ് വേവ് ഫോംസ് എത്രയാണോ വേണ്ടത് അത്ര സപ്ലൈ ചെയ്യുക. പിന്നെ ആ ഒരു മൈക്രോ ഗ്രിഡിൽ നിന്ന് ഉണ്ടാവുന്ന നോയ്സസും ഒക്കെ യൂട്ടിലിറ്റി ഗ്രിഡിനെ ബാധിക്കാണ്ട് അത് ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ അതിനെ കറക്റ്റായിട്ട് എനർജി ക്രിയേഷൻ AC-നെ DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് എനർജി സ്റ്റോറേജ് സിസ്റ്റം, അതായത് ഈ ഒരു പർട്ടിക്കുലർ മൈക്രോ ഗ്രിഡ് പർട്ടിക്കുലർ പവർ ക്വാളിറ്റി കണ്ടീഷനിൽ ഇറ്റ് വിൽ ഇൻ്റഗ്രേറ്റ് വിത്ത് ദി എനർജി സ്റ്റോറേജ് സിസ്റ്റം. എനർജി സ്റ്റോറേജ് സിസ്റ്റം മീൻസ് ഫ്യൂവൽ സെല്ലോ ഒക്കെ ആയിട്ട് ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു പർട്ടിക്കുലർ സോളാർ പാനലിൽ ഒരു എനർജി ഡേ ലൈറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ഏതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക? ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതും ഏതാ ചെയ്യുന്നത്? പവർ ക്വാളിറ്റി കണ്ടീഷണേഴ്സ്. സോ ഇറ്റ് സ്റ്റോറേജ്, so integration with energy storage system not to store the power, store the charges, store the energy in the daylight so that it can be effectively utilized in the night time. So next one you can see the first one, we saw the different types of power quality conditioners. So ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്? സോ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിക് കോമ്പൻസേറ്റർ, സോ this we call as DStatCom, and ആക്റ്റീവ് ഫിൽട്ടർ ആൻഡ് UPQC യൂണിഫൈഡ് പവർ ക്വാളിറ്റി കണ്ടീഷണർ. ഇത് രണ്ട് നിങ്ങൾ പഠിച്ചു. ആക്റ്റീവ് ഫിൽട്ടർ പഠിച്ചു, UPQC പഠിച്ചു. ഇനി നമ്മൾ DStatCom എന്താണെന്ന് നോക്കാം. സോ DStatCom is the distribution static compensator. So it is a VSI, that is voltage source inverter based static compensator used for the correction of voltage sag. സോ വോൾട്ടേജ് സാഗും, അതായത് വോൾട്ടേജ് സാഗും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ചെയ്തിട്ട് വോൾട്ടേജ് സാഗ് അവോയ്ഡ് ചെയ്യാനാണ് ഇത് മെയിനായിട്ട് DStatCom ഉപയോഗിക്കുന്നത്. ദി കണക്ഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഈസ് ത്രൂ എ സ്റ്റാൻഡേർഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. സോ ഒരു സ്റ്റാൻഡേർഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ത്രൂ ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യുക, DStatComലേക്ക് കണക്ട് ചെയ്യുക. ആൻഡ് ദ DStatCom continuously check the line waveform with respect to the reference AC signal. സോ ലൈൻ വേവ് ഫോമിനെ കണ്ടിന്യൂസ്ലി ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വോൾട്ടേജ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 440 വോൾട്ടേജ് നിങ്ങൾ ലോഡിലേക്ക് ഡെലിവർ ചെയ്യുമ്പോൾ ഒരു 380 വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ അതെന്താ പറയുക, നമ്മൾ വോൾട്ടേജ് സാഗ് എന്ന് പറയും അല്ലേ, വോൾട്ടേജ് സാഗ് എന്ന് പറയും. ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സാഗിന് ഉണ്ടോ ഇല്ലോ എന്ന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യും. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? സോ ഇത് ഇവിടെ നോക്കുക, ഇത് ട്രാൻസ്ഫോമറിന് ശേഷമാണ് ഇത് കണക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വോൾട്ടേജ് സോഴ്സ് കൺവെർട്ടർ. സോ വോൾട്ടേജ് സോഴ്സ് കൺവെർട്ടർ, സോ VSI ബേസ്ഡ് വോൾട്ടേജ് സോഴ്സ് കൺവെർട്ടറാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ലൈൻ വേവ് ഫോം, ഇത് എപ്പോഴും ലൈൻ വേവ് ഫോമിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യും. സോ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ദി
correct amount of leading or lagging reactive current compensation to reduce the amount of voltage fluctuations. So എത്രമാത്രം ലീഡിങ് ആയിട്ടോ ലാഗിങ് ആയിട്ടോ കോമ്പൻസേഷൻ വേണ്ടെങ്കിൽ അത് ഇവിടെ അത് പ്രൊവൈഡ് ചെയ്യും. സോ വി നോ ദാറ്റ് Q is equal to V into C. So V is equal to Q by C. സോ അതിനനുസരിച്ചിട്ട് ചാർജിനനുസരിച്ച് നിങ്ങൾക്ക് കോമ്പൻസേഷനും വ്യത്യാസം വരും. സോ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റർ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ലീഡിങ് പവർ ഫാക്ടറാണോ അത് കൊടുക്കാം. അതായത് ലാഗിങ് ടൈം, അതായത് ഒരു ഇൻഡക്ടറൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഡിലൊക്കെ മോട്ടറിലൊക്കെ ഒരു ഇൻഡക്ഷൻ മോട്ടറൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വന്നാലും വോൾട്ടേജ് സാഗ് അവിടെ ഉണ്ടാവും. അതായത് വോൾട്ടേജ് ചെറുതായിട്ട് ഡിപ്പ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ആ ഇൻഡക്ടർ എമൗണ്ട് കൂടുതൽ കറണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നാലും വോൾട്ടേജ് ലെവൽ താവും. ആ സമയത്ത് നിങ്ങൾ അതിൻ്റെ പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഒരു മോട്ടർ വർക്ക് ചെയ്യുക. ആ ഒരു മോട്ടർ ചിലപ്പോൾ ഒരു മിനിറ്റോ 2 മിനിറ്റോ ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. ആ ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഈ ഡി സ്റ്റാറ്റ്കോം അതിൻ്റെ വോൾട്ടേജ് വേവ് ഫോമിനെ ഇമ്പ്രൂവ് ചെയ്യും. അതായത് ഒരു 180 ഇല്ല വോൾട്ടേജിനെ ഒരു 220 അത് എത്തിക്കും. സോ 220 വോൾട്ടേജാണ് അതിൻ്റെ മെയിൻ വോൾട്ടേജ് ആണെങ്കിൽ ഒരു മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്തു, അത് 180 എത്തി. അപ്പം എന്ത് ചെയ്തു, ഈ ഡി സ്റ്റാറ്റ്കോം അത് മോണിറ്റർ ചെയ്തുകൊണ്ടാവും, അത് ഡിറ്റക്ട് ചെയ്ത പാട് ഡി സ്റ്റാറ്റ്കോമിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കപ്പാസിറ്റർ അത് ഡിസ്ചാർജ് ചെയ്തിട്ട് ആ 180 ഇല്ല വേവ് ഫോംസിനെ, ആ 180 ഇല്ല ആ വോൾട്ടേജിനെ അത് 220 ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വോൾട്ടേജ് സാഗ് ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് നിങ്ങൾ മെയിനായിട്ട് ഡി സ്റ്റാറ്റ്കോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഇവിടെ ഡി സ്റ്റാറ്റ്കോം കൊണ്ട് കാണിക്കുന്നത്. ഡി സ്റ്റാറ്റ്കോം ഒരു കൺട്രോളുണ്ട്. സോ VSC converts the DC voltage across the storage device into a set of 3-phase AC output voltage. These voltages are in phase and coupled with the AC system through the coupling transformer. So ഒരു coupling transformer ആയിട്ട് couple ഉണ്ടാവും. Such a configuration allows the device to absorb or generate controllable active or reactive power. ആക്റ്റീവ് ഒരു പവർ വേണമെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും, റിയാക്റ്റീവ് പവർ വേണമെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഡി സ്റ്റാറ്റ്കോം പറഞ്ഞിട്ട് ട്രാൻസ്ഫോമറുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ട്രാൻസ്ഫോമറായിട്ട് കപ്ലിംഗ് ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഡിപ്പ് ഉണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ ഇത് കോമ്പൻസേറ്റ് ചെയ്യും. സോ അതാണ് ഡി സ്റ്റാറ്റ്കോം. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയും, സോ ദിസ് ഈസ് എ ഡി സ്റ്റാറ്റ്കോം ഈസ് എ പാർട്ട് ഓഫ് പവർ ക്വാളിറ്റി കണ്ടീഷണർ. ഓക്കെ, ഫൈൻ. സോ ഇത്രയും കൂടെയാണ്. സോ ദി മേജർ കോമ്പണൻറ്റ് ഓഫ് ഡി സ്റ്റാറ്റ്കോം ഇൻക്ലൂഡ്സ് എ DC capacitor converter, a transformer to match the inverter output to the line voltage of the system, and a PWM controlled strategy. It compensates for the magnitude and phase angle of the voltage and also provides reactive power compensation. So magnitude angle magnitude voltage ഞാൻ നേരത്തെ പറഞ്ഞാൽ 180 220 ആക്കണം, 220 ആക്കാം. ചിലപ്പോൾ ലീഡിങ് ആണെങ്കിൽ അപ്പോൾ കുറച്ച് ഒരു പർട്ടിക്കുലർ ഫേസ് ആംഗിളാണ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ ഫേസ് ആംഗിൾ അത് കോമ്പൻസേറ്റ് ചെയ്യും. സോ ഇതിന് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. മെയിൻലി വോൾട്ടേജ് സാഗിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡി സ്റ്റാറ്റ്കോം കൊടുത്തിരിക്കുന്നത്. ഡി സ്റ്റാറ്റ്കോം എപ്പോഴും ഒരു ട്രാൻസ്ഫോമറിന് ശേഷമായിരിക്കും അത് കണക്ട് ചെയ്തിരിക്കുന്നത്. കണക്ഷൻ ഈസ് ത്രൂ എ സ്റ്റാൻഡേർഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഒരു സ്റ്റാൻഡേർഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ത്രൂ ആണ് ഒരു ഡി സ്റ്റാറ്റ്കോം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതോടുകൂടെ നിങ്ങൾ 5th മോഡ്യൂൾ തീരുകയാണ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, ഞാനത് എടുക്കാം.